ഹായ് എവറി വൺ, നമോ ബുദ്ധായ. റാൾസിഗ്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ശിവസന്ദേശവുമായിട്ടാണ് റാൾസിഗ്മ ബോധിസത്വൻ ഇവിടെ വന്നിട്ടുള്ളത്. ശിവൻ്റെ സന്ദേശം, അതുപോലെ തന്നെ സെൽഫ് ലവിൻ്റെ ഒരു കാർഡ് കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ സെൽഫ് ലവിൻ്റെ ഈ ഒരു കാർഡ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഒരു കളക്റ്റീവായിട്ടുള്ള ഈ ഒരു ജനറൽ റീഡിങ്ങിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്താ പറയുക, സെൽഫ് ലവ് ചെയ്യാൻ അറിയാത്തവരാണ്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയോ വർക്കൗട്ട് ആവുന്നില്ല എന്ന രീതിയിൽ നിൽക്കുന്നവർ, അതും അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അവർക്കെന്നാൽ കൂടുതൽ പ്രോഗ്രഷനിലേക്ക് എത്തുകയും കൂടെ വേണം. ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഇതൊരു പേഴ്സണലൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും എനർജി ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ശിവസന്ദേശമാണ് വന്നിട്ടുള്ളത്. ഈ ശിവസന്ദേശം നിങ്ങളുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആവും. ഇൻ കേസ് ഈ ഒരു സന്ദേശം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയും ആവാം. ബിക്കോസ് ഭഗവാൻ ഏത് ഗൈഡൻസ് ആണ് ഇന്ന് തരാൻ പോകുന്നത് എന്ന് നമ്മളിത് അത് സീക്ക് ചെയ്താൽ മാത്രമേ അറിയൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓം നമഃ ശിവായ. ഗൈഡൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാണ്. മറ്റന്നാൾ, അതായത് 12-ാം തീയതി തിങ്കളാഴ്ചയാണ് ബുദ്ധ പൂർണിമ വരുന്നത്. സോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവലോകിതേശ്വര ദീക്ഷ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ബിക്കോസ് ബുദ്ധ പൂർണിമക്ക് നിങ്ങൾ ആ ഒരു സാധന, കാരണം നിങ്ങൾ ഓം മണി പത്മേഹും മന്ത്രം ജപിക്കുന്നത് പോലെ അല്ല ഇത് സാധനയാണ്. മന്ത്രജപം അതിലൂടെ അങ്ങനെ പോകുന്നത് വേറെ, സാധനയും യോഗയും വേറെ തന്നെയാണ്. സോ നിങ്ങൾക്ക് അവലോകിതേശ്വരൻ്റെ സാധന എന്ന് പറയുന്നത് അത്ര സേഫ് ആയിട്ടുള്ളൊരു സാധനയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനയാണ്. ഏറ്റവും ഉപരി പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ കർമ്മം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം കൂടിയാണത്. ഓക്കെ, സോ ഞാൻ അവലോകിതേശ്വര സാധനയെപ്പറ്റി ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്തായാലും ആദ്യം തന്നെ ഞാൻ തരാം. ഓക്കെ, ബിക്കോസ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. അപ്പം നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ധ്യാനിക്കുക. ധ്യാനിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓക്കെ, നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡാണ്. ഭഗവാൻ ദക്ഷിണാമൂർത്തിയാണ്, അതായത് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ്. സോ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഹെർമിറ്റ് കാർഡാണ്. നിങ്ങളുടെ സെൽഫ് ലവിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിലായാലും നിങ്ങൾക്ക് എപ്പോഴും ഗൈഡൻസോട് കൂടിയിട്ട് ഭഗവാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് പറയുന്നത്. ഷിർദി സായിബാബയുടെ ഫോളോവേഴ്സിൻ്റെ എനർജി കൂടെ വന്നിട്ടുണ്ട്, ഗുരു ദത്താത്രേയൻ്റെ എനർജി ഉണ്ട്, ഒരു ഗുരു എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടുക. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ആത്മീയ മേഖലയിലൂടെ ഒരു എന്താ പറയുക, ഒരു ജേണി, അതായത് നിങ്ങളൊരു ജേണി തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കുള്ള ഗൈഡൻസ് കിട്ടിയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഗുരുവിൻ്റെ എനർജി, ഗുരു എത്രയും പെട്ടെന്ന് വന്നിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ലവ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നിൽക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യമാണെങ്കിൽ, ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലൊരു പ്രശ്നത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നിങ്ങളെ കാണുന്നത്. പക്ഷേ ഏതൊരവസ്ഥയിലാകും നിങ്ങൾ സ്വയം ചിന്തിച്ച് ആലോചിച്ച് മാത്രം നിങ്ങളുടെ സെൽഫിനെ മാത്രം ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഒരു തീരുമാനം എടുക്കാവൂ. നന്നായിട്ട് ഒബ്സേർവ് ചെയ്ത് മാത്രം ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഗുരു നിങ്ങളോട് പറയുന്നത്. സോ അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് ലവ് ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, സെൽഫ് ലവിനെ പറ്റി നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്കറിയാം, അത് ഉറപ്പായിട്ടും ഇവിടെ ഇടുന്നതായിരിക്കും. മാത്രമല്ല, സെൽഫ് ലവ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ്, അത് എന്താ പറയുക, ഒരു 11 ദിവസത്തേക്കുള്ള ഒരു മെഡിറ്റേഷണൽ കോഴ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മാസ്റ്ററി ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം, എന്തായാലും ഗൈഡൻസിൻ്റെ സമയത്ത് ഇത് ഞാൻ പറയുന്നില്ല. സോ ഗുരുവിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഗുരുവിൻ്റെ എനർജി വന്നുകൊണ്ട് തന്നെ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് വരാൻ പോവുകയാണ്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൈഡൻസ് ഉണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഉണ്ട്. അതുപോലെ തന്നെ
മറ്റുള്ള ഇപ്പം പ്രണയബന്ധമായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. നിങ്ങളുടെ സെൽഫിനെ ഒരിക്കലും നിങ്ങൾ മറക്കാതിരിക്കുക. ബിക്കോസ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോകാൻ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എംപറർ കാർഡാണ്. നിങ്ങൾ എങ്ങനെ സഞ്ചരിച്ചാൽ ഏത് മേഖലയിൽ സഞ്ചരിച്ചവരായാലും ശരി, നിങ്ങൾക്ക് നല്ലൊരു വിജയം തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അത്രയും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ ചുറ്റിലുള്ള ആൾക്കാർ അവരുടെ ലൈഫ് സേഫ് ആക്കുന്നുണ്ട്, അവരെ അവരുടെ വിശ്വാസം സേഫ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനെ മുറുകെ പിടിച്ചിട്ട് മുമ്പോട്ട് പോവുക. ദയവ് ചെയ്തിട്ട് മറ്റാരുടെയും ഇപ്പം നിങ്ങളെ ടോക്സിസിറ്റി കൊണ്ട് നിങ്ങളെ നിറച്ച് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിച്ച് അവർക്ക് എനർജി കൊടുക്കണ്ട. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് എനർജി കിട്ടുന്നിടക്കാൻ മാത്രം കൊടുക്കുക, മഹാദേവനിൽ കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഏതാന്ന് നോക്കാം. ഓം നമ ശിവായ. ഓഹ്, താങ്ക് യു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു റീയൂണിയൻ കാർഡും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കാർഡും ആണ്. നിങ്ങൾ ബിസിനസ്സിൻ്റെയോ സ്പിരിച്വൽ മേഖലയിലോ നിൽക്കുന്നവരായാലും ശരി, നിങ്ങൾക്ക് വിവിധ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒരുപാട് നല്ല നല്ല സോൾസിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇനി അവസരങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിളാണ്. ഇപ്പോൾ പിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിളാണ്. സെയിം ടൈം പുതിയൊരു റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതും പോസിബിളാണ്. മാത്രമല്ല, ചിലർക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പോലുള്ള സംഭവങ്ങൾ, അതായത് റീയൂണിയൻസ്, ഗെറ്റ് ടുഗദർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്സുമായിട്ട് ഒന്നിച്ച് പോകാനുള്ള കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. സോ ഒരു സെലിബ്രേഷൻ മോഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, സോ ഇതൊരു നല്ലൊരു കാർഡാണ്, റിലേഷൻഷിപ്പിൽ വേണ്ടിയിട്ടുള്ളവർക്കുള്ളൊരു കാർഡാണ്. ഇതിൽ ശിവസന്ദേശം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് നിങ്ങളുടെ മാരേജ് നടക്കും എന്ന് ഉണ്ടെങ്കിൽ ആ കോൺഫിഡൻസിനെ മാത്രം മുറുകെ പിടിച്ചാൽ മതി, അത് നടക്കും. പക്ഷെ അറ്റാച്ച്ഡ് ആവരുത്. ഓക്കെ, ഒന്നിലും അറ്റാച്ച്ഡ് ആവരുത്. ഞാനിവിടെ ഒരിക്കലും നിങ്ങളുടെ ഫോർച്യൂൺ അല്ല, ഫോർച്യൂൺ മീൻസ് നിങ്ങളുടെ ഭാവി സംഭവങ്ങൾ, നിങ്ങളുടെ ഭാവിയല്ല, പകരം നിങ്ങൾക്കൊരു ഗൈഡൻസ് തന്നെയാണ് തരുന്നത്. അതായത് ശിവസന്ദേശത്തിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ് തരുന്നത്, അല്ലാതെ ഭാവി അറിയാനുള്ള. കാരണം നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ സേഫ് ആക്കിയാൽ മാത്രമേ നിങ്ങളെ ഭാവി അതിനനുസരിച്ച് രൂപീകരിക്കപ്പെടൂ. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താണോ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പോസിറ്റീവ് മെൻറ്റാലിറ്റി, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം, ഇതിൽ ഗ്രൗണ്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമാണിത്. ഇതിൽ ഉറച്ച് നിൽക്കേണ്ട ഒരു ടൈമാണ്. മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ അത്രത്തോളം സ്ട്രെങ്തോട് കൂടി നിൽക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ട്രോമാസ് സഹിക്കുന്നുണ്ട്. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ വേദനകൾ അവിടുന്ന് ഇവിടുന്നും വന്ന് നിങ്ങളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയെന്ന്. സ്നേഹിച്ചു എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കരുതിയ വ്യക്തികൾ തന്നെ നിങ്ങളിപ്പം കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണുള്ളത്. പക്ഷേ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് അവരിലല്ല നിങ്ങളുടെ എനർജി കൊടുക്കേണ്ടത്, നിങ്ങളുടെ എനർജി നിങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. ജീവിതത്തിൽ ഒരുപാട് പേര് വരും പോകും, പക്ഷേ അവരെപ്പറ്റി നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരുപാട് നല്ല നല്ല ആൾക്കാർ വരും, ചിലർ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതൊക്കെ എന്താ പറയുക, ഒരു ഇതായിട്ട് നടക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ എനർജി അതിന് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനേ നേരം ഉണ്ടാവും. സോ ദയവ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓക്കെ, ഫൈൻ. ഒരു കാർഡ് വന്നിട്ടുണ്ട്, 2 കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സറണ്ടർ കാർഡാണ്. മഹാദേവനിൽ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി ആരാണോ ആ എനർജിയിൽ സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ സെൽഫിൽ തന്നെ സറണ്ടർ ചെയ്യുക. സോ നിങ്ങളുടെ ഡെയിലി സ്പിരിച്വൽ പ്രാക്ടീസസ് എന്താണോ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻസ് എന്താണോ അത് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ഡ്രീമിങ് എന്താണോ ആ ഡ്രീമിങ്ങിൽ തന്നെ വിശ്വാസം കണ്ടെത്തുക. ഓക്കെ, സോ വളരെ നല്ലൊരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഈ ഒരു സീരീസിന് ഫൈനൽ കാർഡ് എടുക്കുവാണ്.
ഇത് നിങ്ങളുടെ ചുറ്റുപാടിനെ പറ്റിയുള്ളൊരു കാർഡാണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് ഭയങ്കര ജഗട. അത് അവരുടെ നേച്ചറാണ്. ഓക്കെ. അവരുടെ നേച്ചർ അവരങ്ങനെ തന്നെ പാലിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളൊരിക്കലും അത് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ മാത്രം വിശ്വസിച്ചാൽ മതി. ഓക്കെ. സോ എനിക്കിവിടെ 2 കാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അവരുടെ സ്വഭാവമൊക്കെ ഡിമ്മാണ്. അതിങ്ങനെ പോവും വരും. അതിന് വലിയൊരു അന്ത്യം സംഭവിക്കും. നിങ്ങൾക്കിപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻസിന് ഒരു അന്ത്യം സംഭവിക്കും. പക്ഷേ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു അന്ത്യം സംഭവിക്കുക. ഓക്കെ. സോ ഇത്രയാണ് നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു സീരീസിനുള്ള റീഡിങ്സ്. ഇനി നമുക്ക് ബോധിസത്വന്മാർ നിങ്ങളോട് എന്താണ് പറയുന്നത്, ഏത് ബോധിസത്വന്മാരാണ് നിങ്ങൾക്കിന്ന് ശിവഭഗവാനോട് ഒത്തുചേർന്ന് ഗൈഡൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഫൈൻ. ഒരു കാർഡ് വന്നിട്ടുണ്ട്. അമോഘസിദ്ധി ബുദ്ധനാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അമോഘസിദ്ധി ബുദ്ധൻ പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അധികരിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്കും കിട്ടും, അവർ ചെയ്യുന്നതിൻ്റെതിന് അവർക്കും കിട്ടും. അത് ഏറ്റവും വലിയ സത്യമാണ്. നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോയാലും നിങ്ങൾ ചെയ്തതിൻ്റെ കർമ്മം നിങ്ങൾക്കും അവർ ചെയ്തതിൻ്റെത് അവർക്കും കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ. സോ നെക്സ്റ്റ് കാർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ബോധിസത്വൻ ആരാണ്? ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ഓക്കെ. വജ്രവാരാഹി അമ്മയാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളുടെ വാക്കുകളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളെ ഹീൽ ചെയ്യാനും പറ്റും, കില്ല് ചെയ്യാനും പറ്റും. മറ്റൊരാൾ നിങ്ങളുടെ അടുക്ക യൂസ് ചെയ്യുന്നതും ഇതേ സംഭവം തന്നെ. നിങ്ങളെ കില്ല് ചെയ്യാൻ ഒട്ടുമിക്ക ആൾക്കാരും ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ വാക്കുകളെ പോലും നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് വളച്ചൊടിച്ചെടുക്കണം. അതായത് നിങ്ങൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളെയും നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണം. മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവർക്ക് വാക്കുകൾ കൊടുക്കുമ്പം പോലും അത് സൂക്ഷിച്ചു കൊടുക്കണം. ഓരോ വാക്കുകളും ഓരോ മന്ത്രങ്ങളാണ്. സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിക്കുക. സ്വീകരിക്കേണ്ട മന്ത്രങ്ങളെ മാത്രം, അതായത് സ്വീകരിക്കേണ്ട വാക്കുകളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുക. വേണ്ടാത്തവരെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ. ബുദ്ധ ഡാഗിനിയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസിലും മെഡിറ്റേഷനിലും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ജ്ഞാനസാഗരാദേവി. കാർഡിൽ കാണുന്നത് സുഖസിദ്ധി യോഗിനിയാണ്. പക്ഷേ യേശേസോഗ്യല, അതായത് ജ്ഞാനസാഗരയുടെ പേരിലാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ രണ്ടും, യേശേസോഗ്യലായാലും സുഖസിദ്ധി യോഗിനി ആയാലും രണ്ടുപേരും മനുഷ്യരൂപത്തിൽ ജനിച്ച് യോഗിനികൾ, ദൈവങ്ങളായി മാറിയവരാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ ദൈവമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ എന്താണോ നിങ്ങൾക്ക് ആവേണ്ട അതാക്കി നിങ്ങളെ മാറ്റുന്നത്. സോ നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ. മഹാകാളി അഥവാ പൂർവ ബിൽഡിംഗ് ഡാഗിനി. നിങ്ങൾക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഉള്ളത്. ഓക്കെ. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഹെർമിറ്റ് കാർഡിൻ്റെത് പറഞ്ഞിരുന്നല്ലോ നല്ല ഗൈഡൻസ് ഉണ്ട് എന്ന്. സോ സെയിം ടൈം നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷനും ഉണ്ട്. ഓക്കെ. ലളിത ത്രിപുര സുന്ദരി. സെൽഫ് ലവിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. സോ നിങ്ങളുടെ സെൽഫ് ലവ് ശ്രദ്ധിക്കണം എന്നാണ് ലളിത ത്രിപുര സുന്ദരി പറയുന്നത്. സെൽഫ് ലവിനെ പറ്റി ഞാൻ എന്തായാലും ഉറപ്പായിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. മാത്രമല്ല സെൽഫ് ലവ് മാസ്റ്ററി എന്ന് പറയുന്നൊരു ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ പറയുന്നതായിരിക്കും. പ്രജ്ഞാപാരമിത. അതുപോലെ ലാസ്റ്റ് കാർഡ് വജ്രകീലയ. റിലേഷൻഷിപ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാർഡാണ്. നിങ്ങളുടെ സോൾമേറ്റിനെ തന്നെ നിങ്ങൾക്ക് പ്രാപ്തമാകും എന്നാണ്. ഓക്കെ. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റാണെന്ന് നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവേണ്ടത്. സോ നിങ്ങൾക്ക് പ്രാപ്തമാകും. പ്രജ്ഞാപാരമിതാ ദേവി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി യോഗ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് സ്വയത്തിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുക. പ്രജ്ഞാപാരമിതാ ദേവി അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ നോക്കുക. ഓക്കെ. നിങ്ങളായി നിൽക്കുന്നതിലൂടെയാണ് പെർഫെക്ഷൻ കിട്ടുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ജെൻഡർ, സെക്ഷുവാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം, ഭാവം, എന്തായാലും ശരി, നിങ്ങൾ ഏത് ഭാവത്തിലാണോ ഉള്ളത്, നിങ്ങൾ അങ്ങനെ സ്വയത്തെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾ പെർഫെക്ഷനായി മാറുന്നത്. അതാണ് യഥാർത്ഥ പെർഫെക്ഷൻ. മനസ്സിലായില്ലേ? ഓക്കെ. സോ ഇന്ന് ഇത്രയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്.
സോ ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സോ അത് ഞാൻ നിങ്ങളോട് പറയാണ്. ഇത് കേൾക്കുന്നവർക്ക് ഇത് കേൾക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ. ഓ താങ്ക് യു അവലോകിതേശ്വര. അവലോകിതേശ്വരൻ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ അവലോകിതേശ്വരനെ പറ്റി പറയാനാണ് പോയത്. ഓക്കെ. സോ അവലോകിതേശ്വരനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ദീക്ഷ ബുദ്ധപൂർണിമക്ക് മുമ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേര്, അതായത് ഒരു 8ഓളം ആൾക്കാർ അവലോകിതേശ്വര സാധനയിൽ ദീക്ഷ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സോ നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അവലോകിതേശ്വര ദീക്ഷ പിന്നീട് നമ്മളൊരു ഒക്കേഷനിൽ നടത്തും. പക്ഷേ വീണ്ടും എടുക്കണം എന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അവലോകിതേശ്വര സാധനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്വയം അവലോകിതേശ്വരനെ പോലെയായി മാറും, അൺലിമിറ്റഡായി മാറും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധീകരണം ചെയ്യപ്പെടും. സോ നിങ്ങളുടെ വിഷസ് മാനിഫെസ്റ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളെ ഹീല് ചെയ്യാനുള്ള ടെക്നിക്ക് അതിലുണ്ട്. നിങ്ങൾക്ക് മണിമന്ത്രം വെച്ച് ഓം മണി പത്മേഹവും വെച്ചിട്ട് മറ്റൊരാളെ ഹീൽ ചെയ്യാൻ പറ്റും. സോ കരുണാക്കി റെയ്ക്കിയിലും അവലോകിതേശ്വരന് സാന്നിധ്യം വരുന്നുണ്ട്. ഗ്വാൻയിൻ എന്ന രൂപത്തിൽ അവലോകിതേശ്വര മൂർത്തി അവിടെയും ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ തഞ്ചാവൂരിലും അവലോകിതേശ്വരനെ ഉപാസിച്ചതായിട്ട് പറയുന്നുണ്ട്. സോ അവലോകിതേശ്വരൻ്റെ ആ ഒരു സാധന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സോ സെൽഫ് ലവിനെ പറ്റിയുള്ള ഒരു കോഴ്സാണ് സെൽഫ് ലവ് മാസ്റ്ററി എന്ന് പറയുന്നത്. അതിൻ്റെ ബ്രോഷർ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതൊരു 11 ദിവസത്തേക്കുള്ള ഒരു ആക്ടിവിറ്റി കോഴ്സായിരിക്കും. ഓക്കെ. 11 ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു ആക്ടിവിറ്റി കോഴ്സായിരിക്കും. സോ അതിൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് രാവിലെ കൃത്യമായിട്ട്, രാവിലെയുള്ളത് രാവിലത്തേക്കും വൈകുന്നേരത്തത് വൈകുന്നേരത്തേക്കുമായിട്ട് രാവിലെയോ വൈകുന്നേരമോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് ഓരോ ദിവസവും കിട്ടും. ആ ആക്ടിവിറ്റീസ് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യണം. അത് പിന്നീട് ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം. 11 ദിവസത്തേക്കുള്ളതാണത്. ഓക്കെ. സോ സെൽഫ് ലവ് മാസ്റ്ററിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. സോ അതിന് സെൽഫ് ലവ് മാസ്റ്ററിക്ക് അതിൻ്റെ ആ ഒരു ബ്രോഷർ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ. സോ ഇത്രയാണ് നിങ്ങൾക്കുള്ള ആ ഒരു ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും റെസണേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് വാട്സപ്പ് നമ്പർ ഇതിൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.